നീ വന്നോ? നീ പോയി കുളിക്ക്, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഈ മഴയത്ത് TV കണ്ടോണ്ടിരിക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ ജോലിക്ക് പോകാനുള്ള അവനെ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുന്നത്. ഈ പാട്ടും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം. എന്നാ ഞാൻ പോയി കിടക്കാൻ പോവാ. ഡയറ്റ് എത്ര? ഒക്ടോബർ 27. നാളെയാണ് ആ ദിവസം. മഴയിലെ നനയുമീ നിമിഷമായി കുളിരുമേ പ്രണയമേ മൊഴികളോ ചിരികളോ പുലരിയെ പുണരുവാൻ തളിരിടും വർണ്ണമാ അകലുന്ന തനുവിലെ മുഖമോ നീ അരികിൽ വന്നണയുന്ന നനവോ നീ നിഴലിനും തിരയുമെന്നഴലിന് രൂപം The narrator described him as അതിലെ എണീക്കടാ, ജോലിക്ക് പോണ്ടേ?
അശ്വതി. എന്താടാ വിളിച്ചത്? നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നിനക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? എനിക്കറിയില്ല. ഇന്നെന്താ പ്രത്യേകത? നിനക്ക് എവിടെ നിന്ന് ഓർമ്മ ഉണ്ടാവാനാ? നിനക്ക് ഓർമ്മേണ്ട ഒരു വഴിയില്ലല്ലോ. 8 കൊല്ലം മുന്നേ നിന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ദിവസം ഇന്ന് ഒക്ടോബർ 28. നിനക്കെന്താ വട്ടാണോ? ഇത്രയും കൊല്ലായിട്ട് നീ ഇതൊന്നും മറന്നില്ലേ? എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ നിനക്കെല്ലാം കഴിഞ്ഞു. പക്ഷെ എനിക്കങ്ങനല്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ ദിവസവും നിന്നെയും എനിക്ക് മറക്കാൻ കഴിയില്ല. ഇതൊക്കെ പറയാനാണോ നീ രാവിലെ എന്നെ വിളിച്ചത്? എനിക്ക് വിളിക്കണമെന്ന് തോന്നി, അതാ ഞാൻ വിളിച്ചത്. എടി, നമുക്ക് നല്ല കൂട്ടുകാരായിട്ടിരുന്നൂടെ? അതൊന്നും നടക്കില്ല. എനിക്കിതൊക്കെ പണ്ടേ കഴിഞ്ഞ കഥയാണ്. മാത്രമല്ല എന്റെ കല്യാണം ഉടനെ ഉണ്ട്. അതുകൊണ്ട് ദയവേത് ഇനി എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് പോവാൻ സമയമായി. ഹലോ ഹലോ. നമസ്കാരം. എടാ, നീ പഴയതല്ല മനസ്സിൽ വെച്ച് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണിക്കരുത്. ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എടാ, എത്ര കൊല്ലമായി ഞാൻ വിവരമില്ലാത്ത കാലത്ത് ചെയ്തൊരു തെറ്റിന്റെ പേരിൽ ഇനിയും നീ എന്നോട് ഇങ്ങനെ കാണിക്കരുത്. എടാ, അറിയാതാണെങ്കിലും എനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ, നീ എന്നോട് ക്ഷമിക്കണം. കുറ്റബോധം കൊണ്ട് ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങൾ എത്രയാണെന്ന് ആരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ നിന്റെ മുമ്പിൽ പോലും വരാത്തത്. നീ അതങ്ങ് വിട്ടുകളാളിയാ. നീ ഒരു പാവാണെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. പഴയതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ലടാ. ഓക്കെടാ, അപ്പൊ ശരി. ഓക്കെ, ശരി എന്നാ. അളിയാ, നിന്റെ പഴയ അശ്വതി? ഓ, അവളിപ്പോ ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ എഞ്ചിനീയറിന്റെ കൂടെ. ശരി എന്നാ. ശരി. ദേവി, ഇവനെയാണല്ലോ ഞാൻ തെറ്റിദ്ധരിച്ചത്. അശ്വതി, നീ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചു. ശരിയാണ്, കൂട്ടുകാരായിരിക്കാൻ എനിക്ക് സമ്മതം. സൗന്ദര്യമാർന്നതാണെങ്കിലും പ്രണയം അല്പകാലത്തേക്ക് മാത്രം. പക്ഷെ സൗഹൃദമോ അങ്ങനെയല്ല. അത് നാം മണ്ണോട് ചേരും വരെ.